ഓണം സ്പെഷ്യൽ ചന്ദ്രലേഖയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഓണദിനത്തിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്നറിയാമോ? ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ സഹോദരിയുമാണ്. അതുമാത്രമല്ല, എല്ലാത്തിനും ഉപരി ഇന്നും രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന ഒരു പ്രമുഖ വനിത കൂടിയാണ്. ആരാന്ന് ഞാനിപ്പോൾ പറയാണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. വളച്ചേട്ടില്ലാതെ പറയാം, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ലീഡറുടെ മകളായ പത്മജ വേണുഗോപാലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പത്മജ മാമിൻ്റെയും കുടുംബത്തിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ ഓണവിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ സാധാരണ എപ്പോഴും ടി വിയിലും ന്യൂസിലും പ്രസംഗത്തിലൊക്കെ മാഡത്തിനെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഫുൾ ഫാമിലി ആയിട്ടുള്ള ഒരു കാര്യം വളരെ റെയറായിട്ടാണ്. അത് ശരിക്കും ഒരു അപൂർവങ്ങളിലാണെന്ന് വേണമെങ്കിൽ പറയാം. മാം ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഫാമിലി മെമ്പേഴ്സിന്? ഡോക്ടറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്റെ മകള് ഐശ്വര്യ. ഇതെന്റെ സണ്ണിനുള്ള റോണി. ഓക്കെ. ഇത് മകൻ കരുൺ. ഇതെന്റെ കൊച്ചുമക്കള് അദ്വൈതും ഗീതാഞ്ജലി. ഓക്കെ. അപ്പം മോള് ഇവിടെ ദുബായിലാണ്. ഇപ്പൊ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഐശ്വര്യ, ദുബായിലെ ഓണവും കേരളത്തിലെ ഓണം വെച്ച് നോക്കുമ്പോ എന്താണ് ഒരു ഡിഫറൻസ്? വ്യത്യാസം അച്ഛനും അമ്മയും ഇല്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഉള്ളപ്പോ. പക്ഷെ അവര് ട്രൈ ചെയ്യാറുണ്ട്. ചിലപ്പോ അമ്മയെങ്കിലും ഒന്ന് അങ്ങോട്ട് ഓടി വരും ഒരു 2 ദിവസത്തേക്ക് ഓണം നമ്മളോട് നിൽക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ ദുബായിലെ ഓണം ഇവിടത്തേക്കായിട്ടും ആണല്ലോ. എന്ന് വെച്ചാൽ സെപ്റ്റംബർ തുടങ്ങിയ ജാനുവരി വരെ ഓണമായിരിക്കും. ഡോക്ടർ, ഓണത്തിന് എന്താ വിശേഷം? എന്താണ് പരിപാടി? ഓണം ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ ജീവിക്കുന്ന കാലം വരെ വളരെ അച്ഛനോടെ വരാറുള്ളൂ. ഗുരുവായൂർ ഉത്രാടത്തിൽ തൊഴുത് നേരെ ഇവിടെ വന്നിറങ്ങി ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അച്ഛനെ ഓണപ്പടം വാങ്ങിക്കും. അമ്മയുടെ അമ്മയുടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ ആ ഒരു വലിയ എന്റെ അമ്മ അവിടെ ഉണ്ട്. എന്നാലും മറ്റേ ആ പോയ 2 ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റാത്തൊരു എല്ലാത്തൊരു വിടവാണ്. ആ ഒരു സങ്കടം എല്ലാ ഓണത്തിനും ഉണ്ട്. കരുൺ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എയർ ഇന്ത്യ സാറ്റ്സ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിനാൻസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ. ഓണത്തിന് എന്തുവാ കരുൺ നോക്കിക്കാണുന്ന ഒരു കാര്യം, വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ഓണത്തിന് എല്ലാ കൊല്ലം വീട്ടിൽ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതായിട്ടൊന്നും ഇല്ല. അമ്മയുടെ അച്ഛനെയും കൂടെ തന്നെയാണ് ഓണം. ഓക്കെ. അമ്മേന്റെ കുക്കിംഗ് ആണോ ചേച്ചിയുടെ കുക്കിംഗ് ആണോ ഇഷ്ടം? അമ്മയുടെ കുക്കിംഗ്. അതെ, അതെ അല്ലേ, നന്നായിട്ട് കുക്ക് ചെയ്യല്ലേ? ഓക്കെ ഓക്കെ. എന്നാലും അമ്മയുടെ കുക്കിംഗ് ആണോ ഇഷ്ടം? എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ, മമ്മീസ് കുക്കിംഗ്. അദ്വൈത്തിന് മമ്മീന്റെ കുക്കിംഗ് ഇഷ്ടമാണോ? റോണി എന്താണ് ഒരു നല്ല സുന്ദരിയായ ഒരു ഭാര്യ? ലവ് മാരേജ് ആണോ? റോണി നായരാണ്. ഓ അതെ അതെ, പലരും ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ഒരു പേരല്ലേ, കാണാൻ ഒരു കോട്ടയം അച്ചായൻ ലുക്കൊക്കെ. റോണി നായർ എന്നാണ് ഫുൾ നെയിം. അതെ അല്ലേ? ഓക്കെ. കോളേജിൽ ഒരുപാട് റാഗ് ചെയ്തിട്ടുള്ള ആരാ ആണെന്നുള്ള കാര്യത്തിലല്ലേ? റോണി ദുബായിൽ വർക്ക് ചെയ്യാണ് അല്ലേ? ഞാൻ ദുബായ് ബേസ്ഡ് ആണ്. ബേസിക്കലി ഒരു റിസ്ക് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. അവിടെ ബേസ് ചെയ്തിട്ട് ട്രാവലിംഗ് ഓൾ ഓവർ. ഓക്കെ ഓക്കെ. ലോട്ട് ഓഫ് ടൈം ഓൺ ദ റോഡ്. ഐശ്വര്യ, മമ്മി ഇടയ്ക്ക് ടി വിയിൽ ഇങ്ങനെ പറയുമ്പോഴും കാര്യങ്ങളൊക്കെ, അപ്പം മമ്മിനെ വിളിച്ച് പറയണം, മമ്മി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതോ ഇതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ? ചെറുപ്പം തൊട്ടേ കാണുന്നല്ലേ, അതൊന്നും വലിയ കാര്യമില്ലല്ലോ. കുഴപ്പമില്ല. ഇവിടെ അച്ഛനും അതെ അമ്മേനെ 100% സപ്പോർട്ടാണ്. എന്ത് പറഞ്ഞാലും ഒരു ഇതുമില്ല. അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് നല്ല വിവരം ഉണ്ടെന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ക്യാമറയുടെ മുമ്പില് ജോളി കൊച്ചുമക്കളുടെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്യും, പാട്ടൊക്കെ വെച്ചിട്ട്. ആ ടൈപ്പാണ്. പത്മജ മാം, പണ്ടത്തെ ഒരു ഓണവും ലീഡർ ഉണ്ടായിരുന്നപ്പോൾ, അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഓണവും ഇപ്പം ഈ ഫാമിലി ആയിട്ടുള്ള ഒരു ഓണവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അച്ഛനുള്ള സമയത്തും ഊണ് കഴിക്കാൻ ആരെങ്കിലും ഒക്കെ വരും. ഇപ്പൊ എന്റെ അടുത്ത് വരാറുണ്ട് ആൾക്കാർ, നമ്മുടെ ഹിന്ദുക്കളല്ലാത്ത ആളുകള്, അവരൊക്കെ വരും ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ. പിന്നെ നമുക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വീട്ടിലെ ആൾക്കാരെ കണ്ട്, ആൾക്കാരില്ലാണ്ട് ഓണം ആഘോഷിക്കാൻ ഇഷ്ടമല്ല. ഓണം എന്നല്ല, പുതിയ ഒരു ആഘോഷങ്ങളും അങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാരും ഉള്ളപ്പോ കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ട് നിറച്ച ആൾക്കാരെ കണ്ടിട്ടല്ലേ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാരുള്ളതാണ് ഇഷ്ടം. വെറും കുടുംബം മാത്രമായിട്ട് ഇരുന്ന് കഴിക്കുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല അല്ലേ? ഗീതു എത്രയിലാ പഠിക്കുന്നത്? ഗീതുവിന് ഇപ്പൊ 4 വയസ്സ്. 4 വയസ്സ്. LKG-ലായി. ഓക്കെ. അദ്വൈതോ? 4th സ്റ്റാൻഡേർഡ്. ഓക്കെ. ഐശ്വര്യ, പിന്നെ എന്താ വിശേഷം? ഓണവിശേഷങ്ങൾ പറയൂ. നമ്മളുണ്ടാവില്ലേ ഓണത്തിന്? അതിന് വിശേഷം
ഇവിടെ അവിടെ പോയി സദ്യ ഉണ്ടാക്കണം, അതിനും അമ്മേനെ വിളിക്കണം. ഓക്കെ, സ്വന്തമായിട്ട് ഉണ്ടാക്കും. സ്വന്തമായിട്ട് ഉണ്ടാക്കും. പക്ഷെ എല്ലാ അമ്മേനെ വിളിച്ചിട്ട്, കാരണം ഇവരെല്ലാം പൊതുവെ ഞാനൊക്കെ അതെ നോൺ വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കാൻ കൂടുതൽ. അപ്പൊ പച്ചക്കറി ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് സാമ്പാറിന് എത്ര ഇടണം. ഇപ്പൊ അച്ഛന്റെ അമ്മയ്ക്ക് വയ്യായ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം വരെ അച്ഛമ്മേനെ വിളിച്ചാൽ പറഞ്ഞു തരും എന്താ. ഇപ്പൊ ഓർമ്മ ഇത്തിരി ഇതായതുകൊണ്ട് അമ്മേനെ വിളിച്ചിട്ടാണ് എല്ലാ റെസിപ്പിയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? വേണുഗോപാൽ സാറും പത്മജ മാം രണ്ടുപേരും വളരെ ബിസി ഉള്ള ഒരു ഫീൽഡാണ് അല്ലേ, പൊളിറ്റിക്സും ആൻഡ് മെഡിസിൻ ടുഗെദർ. നിങ്ങൾ രണ്ടുപേരും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിലി റോൾ മോഡലാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഈ ഒരു ഗെറ്റ് ടുഗെദർനെസ്സും ആ കൾച്ചർ തന്നെ ഫോളോ ചെയ്യുന്നു. കേരളത്തിലെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു, അതും മാഡം തന്നെ കുക്ക് ചെയ്യുക, എല്ലാ കാര്യവും ചെയ്യുമ്പോഴത്തേക്ക് അതിന് ശരിക്കും ഒരു മലയാളി തനിമയുണ്ട്. ഈ ഒരു ബിസി ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് രണ്ടുപേരും കൂടെ? അല്ല, ഇത് കൂടുതൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണെല്ലാം. അതായത് ഇപ്പം എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും, അവർക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ്. അപ്പം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ പരസ്പര വിശ്വാസം, സ്നേഹം, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാം. അല്ലാണ്ട് ഒന്ന് ചെയ്യുമ്പോൾ മറ്റാൾക്ക് അതൊരു ഭാരമാണ്, അങ്ങനെയൊക്കെ തോന്നിയാലാണ് ബുദ്ധിമുട്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ച് ഇപ്പം എൻ്റെ ജോലിയായിട്ട് ഞാൻ പോണു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും രാത്രി ഞങ്ങൾ അധികം സത്യം പറഞ്ഞ സംസാരം പോലെ ഫോണിലാണ്. കാരണം കാണല് കുറവാണ്, ഇങ്ങനെയുള്ള അവസരങ്ങളിലേ ഉണ്ടാവുള്ളൂ. പിന്നെ നിർബന്ധമായിട്ട് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോവും ഞങ്ങളൊരു കൊല്ലത്തിലിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാം എപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാലും ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും മൂത്ത പെൺകുട്ടികളെ നല്ലതാണ്. കാരണം നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ മോളൊരു ഫ്രണ്ട് മാതിരി മോളുണ്ട്, ഭാഗ്യമാണ്. അത് 2 മക്കളുടെ അടുത്തത് എന്ത് വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛൻ രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ബാക്കിയെല്ലാം നമ്മുടെ അടുത്ത് സംസാരിക്കും, ഫാമിലി. അതെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസവും സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും. ഡോക്ടറിനും അത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഈ വന്ന തൊട്ട് തന്നെ ഇതല്ലേ കാണുന്നു. എല്ലാവരും ഡോക്ടർമാരിൽ ഏറ്റവും തിരക്കുള്ള മനുഷ്യര്, ഫാമിലി ലൈഫ് ഉണ്ടാവില്ല, റോൾ മോഡൽ എൻ്റെ അച്ഛനും ഒരു വർക്കഹോളിക് ആയിരുന്നു. പിന്നെ ഫാദറിനെ പറ്റി പറയേണ്ട കാര്യമില്ല, വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് അച്ഛൻ ജീവിച്ച കാലത്തോളം അച്ഛൻ ക്ഷീണിക്കാതെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിക്കാൻ പാടില്ല. അപ്പൊ അതൊരു എനർജി ഫാക്ടറായിരുന്നു, ഭയങ്കര ഫാക്ടറായിരുന്നു. കരുൺ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് എനിക്ക് ഡൗട്ട്. മസിൽ പിടിച്ചിരിക്കുകയാണ്, കുഴപ്പമില്ല. ക്യാമറ ഓഫ് ആക്കുമ്പോ നല്ല ജോലിയാണല്ലേ? അവനായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായിരുന്നു. പെറ്റായിരുന്നു, ഗ്രാൻഡ്ഫാദറിന്റെ പെറ്റായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞത്. ഗ്രാൻഡ്ഫാദറിനോട് വളർന്നേക്കണ ഞാനാണ് ശരിക്കും പറഞ്ഞത്. അതെല്ലേ? അവന്റെ ഏറ്റവും വലിയ സന്തോഷം ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ പോയി നിൽക്കുന്നതാണ്. ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ടൂർ പോകാന്ന് പറയുമ്പോഴും പറയും മുത്തശ്ശ ഒറ്റയ്ക്കാവെന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിങ്ങാ മുത്തശ്ശന്. അപ്പം അച്ഛനങ്ങോട്ടും അതേട്ടാ, ബാക്കി നമ്മൾ ആരും ഇല്ലെങ്കിലും ഇവൻ മാത്രം മതി അച്ഛനങ്ങോട്ട്. അപ്പൊ നല്ലൊരു കൊച്ചുമകനാണ്. അതെ. അയ്യോ ഒരിക്കലും. റോണിക്കും ഉള്ള കാലത്തോളം അച്ഛനെ ഭയങ്കര സ്നേഹമായിരുന്നു. പ്രത്യേകിച്ച് എന്താ പറയണ്ട, കൊച്ചുമാളുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ സ്നേഹം കൂടുതലാ. അല്ലെങ്കിൽ മരുമകന്റെ അടുത്തേ കൂടുതലാണെന്ന് ഞങ്ങൾ തമാശക്ക് പറയും. ഇപ്പൊ കൊച്ചുമാളുടെ ആയപ്പോ അതിന്റെ ഇരട്ടിയാണ്. ഐശ്വര്യ ഡോക്ടർ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യുന്നില്ല? വീട്ടിൽ തന്നെ എപ്പോഴും റോണി ട്രാവൽ ചെയ്യും ഭയങ്കരമായിട്ട്. രണ്ട് മക്കളുടെയും നല്ല പല്ലാണ്. ഈ കൂട്ടത്തിൽ ആരും പാട്ടുകാരുണ്ടോ? അതാണ് നമ്മൾ നേരത്തെ വന്നപ്പോ ഒരു പാട്ട് ഇടുന്നത് മുകളിലല്ലേ, ഓണത്തിനായിട്ട് ഒരു 2 പേര്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാഡം താങ്ക്സ് വെരി മച്ച്. വളരെ സന്തോഷം. നമുക്കിനി കുക്കറി ഒന്ന് ചെയ്യാം. മാം പായസം ഉണ്ടാക്കുന്നതിന്റെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. എല്ലാവരും അവരുടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് അല്ലോ. ഓണാശംസകൾ. ശരിക്കും നമ്മൾ ചിന്തിക്കും പത്മജ മാമിന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുക്കിംഗ് അറിയാവോ? കുറേ വേലക്കാരും മെയ്ഡും ഒക്കെ ഉള്ളതല്ലേ, അങ്ങനെയൊക്കെ കുക്കിംഗ് ചെയ്യേണ്ട വന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും അല്ലേ? പക്ഷെ അങ്ങനെയല്ല. മാം സത്യം പറഞ്ഞാൽ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ മാം നമുക്ക് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്തത് നമുക്കൊന്ന് ചോദിക്കാം അല്ലേ? മാം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും പത്മജ മാം കുക്ക് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. മാമിന് ശരിക്കും കുക്കിംഗ് ഒക്കെ അറിയാം. അത്
എൻ്റെ കല്യാണം കഴിയുന്നവരെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഈ വളർന്നത് മുഴുവൻ മന്ദിരങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് താഴത്തേക്ക് അമ്മ അങ്ങനെ വിടില്ല, മുഴുവൻ താഴെ നിറച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ പഴയൊരു വീട്ടിലൊക്കെ എങ്ങനെയാണ് പെൺകുട്ടികളെ അങ്ങനെ പുറത്തേക്ക് വിടരുതെന്നൊക്കെയാണ്, അമ്മ വിളിക്കുമ്പോഴേ പുറത്ത് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിലേക്ക് പോയിട്ടില്ല സത്യം. പക്ഷെ എൻ്റെ മദറിലാണ് എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത്. അമ്മ നന്നായി കുക്ക് ചെയ്യും, ഹസ്ബൻഡ് അമ്മ. അങ്ങനെയാണ് പിന്നെ എനിക്കത് ഇഷ്ടമായി കുക്കിങ്. അപ്പോൾ പക്ഷെ പലരും ഈ പറഞ്ഞൊരു തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല, അത് വെറുതെയാണ്, ഞാൻ അസലായിട്ട് കുക്ക് ചെയ്യും. അത് നമ്മളിന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ഓണം സ്പെഷ്യലിൽ മാം എന്താ ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടി? ഓണായതുകൊണ്ട് നമ്മളെല്ലാം ഓണം എന്നാലോചിക്കുമ്പോൾ തന്നെ പായസമാണ് ഓർമ്മ വരിക. അപ്പം പലതരം പായസങ്ങൾ, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ പായസങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ ഇന്നൊരു പുതുമ ഉള്ളൊരു പായസമാണ്. പുതുമയുള്ളതാണോ ആൾക്കാർ പരീക്ഷിച്ചിട്ടൊക്കെ ഉണ്ടാവും. അവലുകൊണ്ടൊരു പായസം. അവലുകൊണ്ടൊരു പായസം. നമ്മളെല്ലാം കൊണ്ടും പായസം ഉണ്ടാക്കാം, പക്ഷെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കുന്നു മാത്രം. ഇത് അവലുകൊണ്ടൊരു പായസമാണ്. അതെ, ഇത് ആദ്യം അവലെന്ന് പറയുമ്പം വേണ്ടത് അവലാണ്. ഒരു കപ്പ് പാല്, 4 ഗ്ലാസ് പാല്, പിന്നെ 2 ടീസ്പൂൺ നെയ്യ് മതി. പിന്നെ അണ്ടിപ്പരിപ്പ്, കസ്കസ്, തേങ്ങ, പഞ്ചസാര, ഏലക്കായ. ഒന്ന് കുറുകാൻ വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് 2 സ്പൂൺ ഒഴിക്കാം. കണ്ടൻസ് മിൽക്ക് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ആദ്യമായിട്ട് എന്തോ ആദ്യം പാൽ ഒഴിച്ചോളൂ ഇതിൽ, എന്നിട്ട് കത്തിക്കാം. ഇത് നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ അടുപ്പും കൂടി ഒന്ന് കത്തിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അവലൊന്ന് വഴറ്റണം. ഓക്കെ. അതെ, 1 കപ്പ് അവലാണ് ഇടേണ്ടത്. തീ കുറച്ച് വെക്കാൻ നല്ലത്, കാരണം ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അവല് അങ്ങനെ വറുത്ത ഉടനെ തന്നെ ഒന്ന് കഴുകിയിട്ടാലും നല്ലതാണ്. ഇതൊന്ന് വെറുതെ ഒന്ന് കഴുകി അപ്പിട്ടാലും നല്ലതാണ്. അപ്പം ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കും. അതുകൊണ്ട് 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പെട്ടെന്ന് വേവണമെങ്കിൽ ഒന്ന് നനച്ച് ഇതാക്കണമായിരിക്കും നല്ലത്. 2 രീതിയിലും ഉണ്ടാക്കാം. ഇതൊരു നിറം ഇങ്ങനെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അടി പിടിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി അച്ഛൻ മരിച്ച പിന്നെ അച്ഛൻ പൊതുവെ ആഘോഷങ്ങളുടെ ഒരാളായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ആഘോഷങ്ങൾ. ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങളില്ലെങ്കിൽ പോലും ആൾക്കാരെയൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരാളായിരുന്നു. അപ്പം അച്ഛൻ പോയതോട്ടൊരു അതിൻ്റെ രസം അങ്ങ് പോയി സത്യം പറയുകയാണെങ്കിൽ. ഒന്ന് നിർത്താം, കാരണം എന്താ പറയുക, ഈ ചൂടിൽ കിടന്നിട്ട് ആയാൽ മതി. ഇനി ഒന്ന് നിറം മാറണം. അത് കഴിയുമ്പോഴേക്കും ഈ പാല് നല്ലോണം തിളയ്ക്കണം. ഈ പാല് തിളച്ച് ശരിക്കും കുറുകണം. തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ പഞ്ചസാര, അത് എത്ര വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഇടുക പഞ്ചസാര. അപ്പം ഞാനിതിലൊരു 5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടൻസ് മിൽക്ക് അവസാനം ഒഴിക്കുന്നുണ്ട്. ചിലർക്ക് മധുരം നല്ലോണം വേണം, ചിലർക്ക്, ഞങ്ങളൊക്കെ നല്ലോണം മധുരം കഴിക്കുന്ന കൂട്ടത്തിലാണ്. നല്ലോണം അതിപ്പോൾ കുറച്ചാണ്. ഞാൻ മുമ്പ് നല്ല തടി ഉണ്ടായിരുന്നു. ഇല്ല, ഇപ്പൊ കുറച്ചാളായിട്ടുള്ളൂ വെയിറ്റ് വെച്ച്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് എന്തൊക്കെയാ ചെയ്യണ തടി കുറയ്ക്കാൻ. ഇപ്പൊ വന്നില്ല, വായ പൂട്ടിയതുകൊണ്ടാണ് തടിയെന്ന് പറഞ്ഞത്. കാരണം എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ശരിക്കും തടിക്കണം. എല്ലാവരും പറയുമോ ഞാനൊന്നും കഴിക്കുന്നില്ല തടിക്കുന്നത്, തെറ്റാണ്. നമ്മൾ നല്ലോണം കഴിക്കണോണ്ട് തന്നെയാണ് തടിക്കുന്നത്. യോഗ ചെയ്തിരുന്നു ഞാൻ. ഇപ്പൊ പിന്നെ സമയം കിട്ടുമ്പോൾ ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ ഒരു നിർബന്ധമായിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇത് നമ്മൾ തേങ്ങയും കസ്കസും അണ്ടിപ്പരിപ്പും കൂടി അരച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. എന്നാലാണ് ഒരു ഇല്ല ഏലക്ക എപ്പോൾ ഇടും. ഇത് കഴിഞ്ഞ ഉടനെ ഏലക്ക ഇടാം. കസ്കസും അണ്ടിപ്പരിപ്പും തേങ്ങയും. അതെ. ഇത് ഒരു പേരിന് നമുക്ക് ആ ഒരു മണം കിട്ടാൻ മാത്രം ഏകദേശം 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് അത് നല്ലോണം ഇളക്കണം. ഇപ്പൊ തന്നെ നല്ല മണം. ഏലക്കായ ഇടുമ്പോൾ തന്നെ പായസത്തിന്റെ ഒരു മണം വരും. പിന്നെ മാം പറഞ്ഞില്ലേ കുക്കിംഗ് കല്യാണം കഴിക്കുന്നവരെ അറിയത്തില്ലായിരുന്നു എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ അതിലോട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നത്? എങ്ങനെ തുടങ്ങി? കാരണം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും. ആൾക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യം. കാരണം അമ്മയുടെ കൂടെ എനിക്കൊന്ന് അടുക്കളയിലൊക്കെ നിന്നിട്ടായിരിക്കും ആൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതായപ്പോൾ എനിക്ക് ആണക്കേടായി പോയി. കാരണം അവർക്കെല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു ചായ വെക്കാൻ പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു വാശിക്ക് പഠിച്ചതാണ്. പിന്നെ അതിനോടൊരു ഇഷ്ടമായി. അങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വറുത്ത അവിലും കൂടി ഇടാം. ഇതൊന്ന്
നല്ല ചൂടുണ്ട്. ഇത് ഇനി തിളയ്ക്കണം നല്ലോണം. ഇതൊന്ന് അടച്ചു വെച്ച് കാരണം പാലൊന്നും നല്ലോണം തിളച്ച് തീ കുറച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ശരിക്കും കുറുകണം. മാമിനാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഫീൽഡ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകേണ്ടി വരും. അതെ, ഞാൻ പറഞ്ഞില്ല പലർക്കും അങ്ങനെ തോന്നലുണ്ട് എനിക്ക് കുക്കിംഗ് അറിയില്ല. ഞാനൊരു ദിവസം ലണ്ടനിൽ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആള് ഞാനിങ്ങനെ കുക്ക് ചെയ്യണ കണ്ടപ്പോൾ ആള് വേഗം ഓടിപ്പോയൊരു വീഡിയോ ക്യാമറ എടുത്തോണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തായിട്ടാ അങ്ങനെ ചെയ്യണേ ചോദിച്ചപ്പോൾ അല്ല, കേരളത്തിലെ കുറേ ആൾക്കാരുണ്ട് പത്മജ അടുക്കളയിൽ കയറില്ല കുക്ക് ചെയ്യും, അവർക്കൊക്കെ ഞാൻ വീഡിയോ ഞാൻ CD എടുത്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പോവാന്ന്. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സാധാരണ ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം അങ്ങനെയാണ് ഞങ്ങൾ അമ്മയൊക്കെ വളർത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് അമ്മയൊക്കെ വളർത്തിക്കൊണ്ടത്. അതിനെ സത്യം പറഞ്ഞാൽ നന്ദി പറയേണ്ട അമ്മയുടെ അടുത്താണ്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ എന്താ പറയുക അഹങ്കാരം വരാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നിട്ടില്ല. കാരണം ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛൻ MLA, പിന്നെ ഒരു 5 വയസ്സായപ്പോൾ ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ജീവിതം മുന്നോട്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ ഒക്കെ ഇതല്ലേ കാണുള്ളൂ. അപ്പം അമ്മ അങ്ങനെ പറയും നിങ്ങൾ വലിയ അഹങ്കാരമൊന്നും വേണ്ട, അച്ഛൻ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളങ്ങനെ അഹങ്കരിക്കാൻ സമ്മതിക്കില്ല. അപ്പം അതിൻ്റെ ഒരു ഗുണമാണ്. നമുക്കിത് നോക്കാം. ഇത് ഇങ്ങനെ തിളച്ച് കുറുകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ, കാരണം അപ്പോൾ ഒരു മധുരം ഇതായിട്ട് വരും. കണ്ടൻസ് മിൽക്ക് അത് ശരിക്കും വെള്ളം വല്ലാണ്ട് കുറുകി പോയാൽ ഇത് വെള്ളത്തിൽ കലക്കി ഒഴിക്കണമായിരിക്കും നല്ലത്. ഇത് 2-3 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഒരു മധുരം ഒന്ന് കുറുകി കിട്ടാൻ, അതിൻ്റെ സ്വാദൊന്ന് വേറെയാണ്. ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇതും കൂടി ഇട്ടൊന്ന് ഇളക്കുമ്പോൾ ശരിയാണ്. പിന്നെ തണുത്താലും ഇതൊന്ന് കുറുകും ഇരുന്നിട്ട്. ഒരു പ്രത്യേക സ്വാദം, കാരണം കസ്കസൊന്നും ഇട്ടിട്ട് ആരും പായസം അങ്ങനെ വയ്ക്കില്ല. ഇത് മറ്റേ ഒരു ഏതായാലും പറഞ്ഞ ഒരു പുതുമയുണ്ട് ഇതിന്. സ്വാദ് പലതരമായിരിക്കും. ഇപ്പോൾ നമ്മൾ മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാകും. എല്ലാവരും ചോദിക്കും മത്തങ്ങ കൊണ്ട് എങ്ങനെയാണ്. മത്തങ്ങ വെറുതെ വേവിച്ചുടച്ച് നമ്മൾ പഴമൊക്കെ പുഴുങ്ങി ഉടക്കണ മാതിരി നെയ്യിൽ വഴട്ടിയാൽ അതൊരു പായസമായി. അങ്ങനെ പലതരം പായസങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം എന്ത് പായസം. പണ്ടൊക്കെ നമുക്ക് കുട്ടിക്കാലത്ത് ആകെ പഴംപരിപ്പ്, മറ്റേ പരിപ്പ് പായസം, പാലട ഇങ്ങനെയൊക്കെയുള്ളല്ലേ അറിയുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആൾക്കാരിങ്ങനെ പുതിയത് കണ്ടുപിടിച്ച് വരികയാണ്. അതെ, ഇതിപ്പോൾ പായസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിടാം. അവിടെ നേരത്തെ പറഞ്ഞില്ലേ കല്യാണം വരെ കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛന് കൊടുക്കുമ്പോൾ ഞെട്ടിപ്പോയോ? അയ്യോ ഇതൊക്കെ എപ്പോൾ പഠിച്ചു? അല്ല, അച്ഛനെ അറിയാൻ പൊതുവെ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ മിടുക്കുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും കണ്ടപ്പോൾ അച്ഛൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരിക്കലും അച്ഛൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്ര നന്നായി കുക്ക് ചെയ്യുന്നൊക്കെ. പിന്നെ അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം എരിവില്ലാത്ത പുളിയില്ലാത്തതൊക്കെ. അപ്പം നമ്മുടെ സാമ്പാറും അവിയലെല്ലാം എരിവും പുളിയില്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഡോക്ടർ അപ്പം അഭിപ്രായമൊക്കെ പറയാറുണ്ടോ, വിമർശിക്കാറുണ്ടോ കുക്കിങ്ങിനെ? അല്ല, ആളെ പൊതുവെ പ്രോത്സാഹിപ്പിക്കാറാണ്. ഇത്തിരി ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നാൽ പോലും ആ സാരില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ആളെ കാരണമാണ് ശരിക്കും ഞാൻ ഇത്രയും കുക്കിങ്ങിൽ പഠിക്കാൻ കാരണം. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ചേട്ടൻ നേരെ വരുന്നത്, എൻ്റെ ചേട്ടൻ പണ്ട് കളിയാക്കും. എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയാൽ പറയും അവിയലുണ്ടാക്കിയാൽ നീ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചാൽ. അപ്പം പണ്ട് എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ്, കളിയാക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പം ചേട്ടൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമില്ല. ഇത് ഏതായാലും ഒന്ന് ചുവന്ന് വരുന്നുണ്ട്, വല്ലാണ്ട് കരിയരുത്. ഒരുവിധം ചുവന്ന് വരുമ്പം നമുക്ക് അതിലേക്ക് ഇടാം. പായസം റെഡി. നല്ല മണമെല്ലാം. അതെ അതെ, ഇത് നമ്മളല്ലേ ഇപ്പം നമ്മൾ അവലും അരിയുടെ തന്നെയല്ലേ, അപ്പോൾ ഒരു ഏശ്വര അരിപ്പായസത്തിൻ്റെ ഒക്കെ സ്വാദ് വരും. പിന്നെ ഈ പറഞ്ഞ മാതിരി കസ്കസൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ സാധാരണ പാല് വെച്ച് അരിപ്പായസം ഉണ്ടാക്കണ മാതിരി തന്നെയാണ്. അപ്പോൾ മോള് നല്ല കുക്കാന്നല്ലേ പറഞ്ഞത്. നമുക്ക് ഈ പായസം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചാൽ. അതെ അതെ അതെ. ഹലോ ഐശ്വര്യ. ഹലോ. മമ്മി പറയുന്നു ഐശ്വര്യ നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മേൻ്റെ അത്ര നന്നായിട്ടില്ല. ഗീതാഞ്ജലിനെ നമുക്ക് അങ്ങോട്ട് കയറ്റി നിർത്താല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന ഫ്രെയിമിൽ വരില്ല. ഗീതാഞ്ജലി നല്ല കുക്കിംഗ് ഇട്ടിട്ട് മമ്മി ടിപ്സും ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ടോ കുക്കിംഗ് വേണ്ടി? അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ അച്ഛമ്മേൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അമ്മേനെ വിളിച്ച് ചോദിക്കും. പ്ലസ് ഗസ്റ്റ് വന്നാൽ രാവിലെ തൊട്ട് വിളിയാണ്, ഈ പുഡിങ് എങ്ങനെയാ അമ്മ, ഈ ഇതൊക്കെ എന്താ പറയുക, ഇതിലൊക്കെ നോക്കിയിട്ട് മാഗസീനിലൊക്കെ നോക്കിയിട്ട് എല്ലാം നോക്കി വെക്കും, എന്നിട്ട് പറഞ്ഞു തരുമല്ലോ. കാരണം നമ്മളാണെങ്കിലും വിചാരിച്ചു പഠിച്ചിട്ട് വന്ന് കുക്ക് ചെയ്യുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല. അവിടെ ഉണ്ടാക്കുന്ന ഇല്ല, അമ്മ ദുബായിൽ വന്നാൽ ഞാൻ കിച്ചണിലേക്ക് കയറില്ല. രാവിലെ തൊട്ട് രാത്രി വരെ അമ്മ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ പറയും മെയ്ഡ് വന്നു, VIP മെയ്ഡ് വന്നു, കുട്ടികളെ നോക്കണതെല്ലാം അമ്മ തന്നെയാണ്. മോളും കളിയാക്കുന്നതിന് കുറവൊന്നുമില്ല. എല്ലാം കുടുംബത്തോടെ കിട്ടിയിട്ടുണ്ട് സ്വഭാവം കളിയാക്കുന്നത്. ഞാൻ എൻകറേജ് ചെയ്യും എന്നാ കളിയാക്കും, അങ്ങനെ അധികം പൊങ്ങണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ചൂടുണ്ട്, സൂക്ഷിച്ച്.
നൂതി കഴിച്ചു ചൂടുന്ന വായുള്ള നന്നായിട്ടില്ലേ? നന്നായി വളരെ നന്നായി. ചൂടുണ്ട് കേട്ടോ അമ്മ, നല്ല ചൂടുണ്ട് കേട്ടോ. സോ ഹോട്ട്. നൈസ് യമ്മി. യമ്മി ബട്ട് ഹോട്ട്. ശരി മാം, ഇപ്പം എല്ലാവർക്കും ഭയങ്കര തിരക്കേറിയ ഒരു ജീവിതമാണ്. ഇപ്പോൾ വർക്കിംഗ് ലേഡീസ് ഒത്തിരി പേരുണ്ട്. ആർക്കും കുക്കിംഗ് ചെയ്യാനൊന്നും ഒരു സമയമില്ല. അവരോടൊക്കെ ആയിട്ട് മാമിന് എന്താ പറയുക? മാമിനെക്കാളും തിരക്ക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കില്ല എന്തായാലും. അല്ല, നമ്മള് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഒരു ഐറ്റമെങ്കിലും നമ്മൾ ഇപ്പം ഈ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ ഒത്തിരി ഇതുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കണത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ എളുപ്പത്തിലാണ് കുക്കിംഗ് ഒക്കെ. പണ്ടത്തെ മാതിരി അടുപ്പ് കത്തിക്കേണ്ട, മറ്റേ അരയ്ക്കാൻ വേണേൽ മിക്സി, പിന്നെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ കിട്ടും നമുക്ക് എളുപ്പത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണതാണ് നല്ലത്. ഒരിക്കലും തിരക്കാന്ന് പറഞ്ഞിട്ട് മാറുന്നത് ശരിയല്ല. കാരണം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. എനിക്കും വളരെ സന്തോഷമാണ് കാരണം ഇങ്ങനൊരു അവസരം കിട്ടിയാൽ. കാരണം ഞങ്ങളൊക്കെ എപ്പോഴും രാഷ്ട്രീയം മാത്രം, അപ്പം ഇങ്ങനൊരു ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ കിട്ടുന്ന നിമിഷം വളരെയധികം സന്തോഷമാണ്. റിപ്പോർട്ട് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ മലയാളികൾക്കും എൻ്റെ ഓണാശംസകൾ. ഗീതു പായസം കഴിച്ച് തുടങ്ങി. അതെ, ഇതിന് മധുരം നേരത്തെ കണ്ടപ്പോഴേ തുടങ്ങി.